ഹലോ ഡിയേഴ്സ് 7 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് നമുക്ക് ഏതെങ്കിലും കഥയുടെയോ കവിതയുടെയോ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഇനി അല്ലെങ്കിൽ പുറമെ നിന്നും ഒരു ചോദ്യം വന്നിട്ടും ആസ്വാദനം തയ്യാറാക്കാൻ പറയും. ആസ്വാദനം തയ്യാറാക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തലക്കെട്ട് എന്ത് ചെയ്യണം? തലക്കെട്ട് നിങ്ങൾ ആദ്യം കവിതയ്ക്ക് നൽകണം അല്ലെ. കവിതയുടെ ആസ്വാദനം തയ്യാറാക്കുന്ന സമയത്ത് തലക്കെട്ട് നൽകണം. 1 മാർക്കാണ് ഇതിന്. അതിനുശേഷം നമ്മൾ ആമുഖം, നമ്മുടെ എന്താ പറയുന്നത്, പാഠം എഴുതിയത് ആരാണ്, കവി ആരാണ്, എന്താണ് ഇതിലെ വിഷയം, അതുപോലെ തന്നെ തലക്കെട്ട് ഇതിന് ഉചിതമായിട്ടാണോ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് മൂന്നാമത് നമ്മൾ ഇതിലെ ഭാഷയെക്കുറിച്ചും ഭാഷയുടെ കാവ്യഭംഗി, അതുപോലെ തന്നെ ഭാഷ പ്രധാനപ്പെട്ട വരികൾ, പ്രയോഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എഴുതുക അല്ലെ. ആളുകൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏറ്റവും അവസാനം ഈ കവിത നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്തിയിട്ട് പാരഗ്രാഫ് തിരിച്ചായിരിക്കണം നമ്മൾ ആസ്വാദനം തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളോട് ഇവിടെ പറഞ്ഞത് ഒപ്പം പിടിക്കുന്നത് എന്ന കവിതയുടെ ആസ്വാദനമാണ്. ആധുനിക കവിതാ രീതികൾ മലയാളത്തിന് പരിചയപ്പെടുത്തിയ കവിയാണ് അയ്യപ്പ പണിക്കർ. മനുഷ്യന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഹൃദയത്തെ ഒപ്പം പിടിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച് ഏറെ പ്രാധാന്യമേറിയ ഒരു വിഷയം ലളിതമായിട്ട് പ്രതിപാദിപ്പിക്കുകയാണ് കവി ഇവിടെ. മാറ്റമില്ലാതെ എപ്പോഴും മിടിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ താളം പതുക്കെയായപ്പോൾ ഹൃദയം മടിച്ചു നിൽക്കുന്നത് അല്ലെ എന്താണ്, മടുത്തുപോയിട്ടാണോ എന്ന് കവി സംശയിക്കുന്നു. പഴയ പ്രസരിപ്പും സന്തോഷവും മാഞ്ഞുപോയോ എന്ന് ചോദിക്കുന്നു. മിടിച്ച് അല്ലെ, മിടിപ്പ്, തുടിപ്പ്, തുഷ്ടി എന്നീ അക്ഷരങ്ങളുടെ ആവർത്തനം എന്താണ് ഈ കവിതയ്ക്ക് ഒരു ശബ്ദഭംഗി നൽകുന്നുണ്ട്. കവിതയുടെ എന്താ പറയുന്നത്, ആസ്വാദനത്തിനും അത് മാറ്റുകൂട്ടുന്നു. ഹൃദയത്തിന് പറയാൻ മടിയുണ്ട് എങ്കിലും പറയാതെ വയ്യ, പഴയ കൂട്ടിൽ എന്താണ് വളരെ നാളായി ഇണക്കിളിയെ പോലെ തുടിക്കുന്നു. ഇങ്ങനത്തെ വരികളുണ്ട്, അതൊക്കെ എടുത്തെഴുതുക. പിന്നെ അതുപോലെ തന്നെ തടിച്ച ദുഃഖങ്ങൾ, തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ, തടവി നിന്ന നാൾ. ഈ വരിയുടെ ആശയം നമ്മൾ ഓരോ പാഠഭാഗവും ലൈവിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വരികൾ, പ്രയോഗങ്ങളൊക്കെ എടുത്തെഴുതിക്കൊണ്ട് അല്ലെ അനായാസം ആശയം ഗ്രഹിക്കാവുന്ന തരത്തിലുള്ള വരികൾ മനോഹരമായിട്ടുള്ള താളത്തിലൂടെ വായനക്കാരൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും വിധമാണ് ഈ കവിത എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വിവരിച്ചോളണം. ഈ രീതിക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എന്താണ് നമുക്ക് ചോദിക്കും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുക. ലൈവൊക്കെ കണ്ടുകൊണ്ട് നോട്ടൊക്കെ എഴുതി വെച്ചുകൊണ്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമുക്ക് ഇതേപോലെ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.